നമസ്കാരം. US ഭരണകൂടത്തിന്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്കും ഭീകര സംഘടനകളുടെ വധഭീഷണികൾക്കുമിടയിൽ പാകിസ്ഥാൻ ഭരണകൂടം കടുത്ത പ്രതിസന്ധിയിൽ. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള US പ്രേരിത അബ്രാഹം കരാറിൽ പാകിസ്ഥാൻ ഒപ്പുവെക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യമാണ് പാക് ഭരണകൂടത്തെ നിലവിൽ കടുത്ത സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുന്നത്. എന്നാൽ US നിർദ്ദേശത്തിന് വഴങ്ങി ഇസ്രായേലിനെ അംഗീകരിക്കാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫിനെയും സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെയും വധിക്കുമെന്ന് ലഷ്കർ-ഇ-തോയ്ബ ഭീകര സംഘടനയുടെ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി പരസ്യമായി ഭീഷണി മുഴക്കിയതോടെ രാജ്യാന്തര സമ്മർദ്ദത്തിനൊപ്പം ആഭ്യന്തര സുരക്ഷാ ഭീഷണിയും പാകിസ്ഥാൻ ഭരണകൂടത്തിന് തലവേദനയാകുന്നു. ഇസ്രായേലും US-ഉം സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനത്തെ തകിടം മറിക്കുകയും ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക ഇന്ധന പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങൾ ആക്രമിക്കപ്പെട്ടതോടെ സ്വയരക്ഷാർത്ഥം ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടച്ചതാണ് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായത്. ഇത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെയും കടുത്ത രീതിയിൽ ബാധിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കാൻ തുടങ്ങിയത്. US പ്രസിഡന്റുമായുള്ള അടുത്ത ബന്ധം ഉപയോഗിച്ച് ഫെബ്രുവരിയിൽ തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ ശക്തമായി ഇടപെടുന്നുണ്ടെങ്കിലും ഈ മധ്യസ്ഥതയ്ക്ക് പകരമായി ഇസ്രായേലുമായി കരാറിലേർപ്പെടാനാണ് ട്രംപ് പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നത്. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏത് കരാറിന്റെയും ഭാഗമായി സൗദി അറേബ്യ, ഖത്തർ എന്നിവർക്കൊപ്പം പാകിസ്ഥാനും അബ്രാഹം കരാറിൽ പങ്കാളികളാകണമെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇസ്രായേലിന് ഔദ്യോഗിക അംഗീകാരം നൽകുന്നതിനൊപ്പം അവരുമായി വാണിജ്യ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് അബ്രാഹം കരാർ. UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം തന്നെ ഇതിൽ ഒപ്പുവച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലുമായി യാതൊരുവിധ ഔദ്യോഗിക ബന്ധവുമില്ലാത്ത പാകിസ്ഥാന് ഈ കരാറിന്റെ ഭാഗമാകുക എന്നത് അത്ര എളുപ്പമല്ല. ഈദ് അൽ അദ്ഹ പ്രാർത്ഥനകൾക്ക് ശേഷം വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ലഷ്കർ ഭീകരൻ സൈഫുള്ള കസൂരി പാക് ഭരണാധികാരികൾക്കെതിരെ കടുത്ത ഭാഷയിൽ വധഭീഷണി മുഴക്കിയത്. US ഉത്തരവ് അനുസരിച്ച് ഇസ്രായേലിനെ അംഗീകരിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുമെന്നാണ് കസൂരിയുടെ മുന്നറിയിപ്പ്. തോക്കേന്തിയ അംഗരക്ഷകരുടെ കാവലിൽ നടത്തിയ പ്രസംഗത്തിൽ ജിഹാദിനെയും രക്തസാക്ഷിത്വത്തെയും കുറിച്ച് വൈകാരികമായി സംസാരിച്ച കസൂരി പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രതിരോധ സഹകരണത്തെക്കുറിച്ചും പരാമർശിച്ചു. പാകിസ്ഥാന്റെ സൈനിക ശേഷി ഇസ്രായേലിന്റെ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ തക്കവണ്ണം ശക്തമാണെന്നും ഇസ്രായേലിനെ അംഗീകരിക്കുന്നത് ഇസ്ലാമിക വിശ്വാസത്തോടുള്ള വഞ്ചനയാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം അബ്രാഹം കരാറിൽ ഒപ്പിടാൻ US-ൽ നിന്നും ഉണ്ടാകുന്ന ശക്തമായ നയതന്ത്ര സമ്മർദ്ദത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ സൈനിക മേധാവി അസീം മുനീർ തന്നെ കെട്ടിച്ചമച്ച ഒരു നാടകമാണ് ഭീകര സംഘടനയുടെ ഈ പരസ്യ പ്രതികരണമെന്ന് ചില സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഇസ്രായേലിനെ അംഗീകരിക്കില്ലെന്ന ഔദ്യോഗിക നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. 1967 അതിർത്തി ചട്ടക്കൂട് മുൻനിർത്തി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായി ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതുവരെ ഇസ്രായേലുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധവും സ്ഥാപിക്കില്ലെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലുമായി ഉണ്ടാക്കുന്ന ഏതൊരു കരാറും പാകിസ്ഥാന്റെ പ്രത്യയശാസ്ത്ര നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നാണ് സർക്കാരിന്റെ വാദം. ഫലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായ പുരോഗതി ഉണ്ടാകാതെ ഇസ്രായേലിനെ അംഗീകരിച്ചാൽ അത് പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ പൊട്ടിത്തെറികൾക്ക് കാരണമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നു.